ഈ അമിതവണ്ണമാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും അധികം രോഗങ്ങൾ മൂലമുള്ള മരണത്തിനും കാരണമായിട്ടുള്ളത് അമിതവണ്ണമാണ്. ഇപ്പോൾ കോമൺലി എല്ലാവരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് അമിതവണ്ണം. എല്ലാവരും വെയിറ്റിനെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കോമൺ ആയിട്ട് ഇത് കണ്ടുവരുന്നത്? തീർച്ചയായിട്ടും പണ്ടുള്ളതിൽ നിന്ന് കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് അമിതവണ്ണം എന്നുള്ളത്. അതൊരു രോഗമാണെന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മളുടെ തലമുറകളായിട്ട് നമ്മൾ പിന്തുടർന്ന് വരുന്ന ആഹാര ക്രമീകരണത്തിൽ നിന്നുള്ള വ്യത്യാസമാണ് ഒന്നാമത്തെ റീസൺ. പണ്ട് കഴിക്കുന്ന പോലെ ആരോഗ്യമായിട്ടുള്ള ഭക്ഷണമല്ല നമ്മളിപ്പോൾ കഴിക്കുന്നത്. എണ്ണയായാലും കൊഴുപ്പായാലും ഈ റെഡി ടു കുക്ക് അല്ലെങ്കിൽ നമ്മൾ ബർഗേഴ്സ്, പിസ്സ അതുമാതിരിയുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാട് കൂടിയത്, ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ എയറേറ്റഡ് ഡ്രിങ്ക്സ്. അപ്പം ആഹാരത്തിൽ വന്ന വ്യത്യാസമാണ് വണ്ണം കൂടാനുള്ള പ്രധാന കാരണം. രണ്ടാമത് നമ്മളുടെ ലാക്ക് ഓഫ് എക്സസൈസ്. പണ്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും പഠന കാര്യത്തിലാണെങ്കിലും അതിനുശേഷമുള്ള ഫ്രീ ടൈംസിൽ കളിക്കുന്ന കാര്യത്തിലൊക്കെ ആയിരുന്നെങ്കിൽ വളരെ ശ്രദ്ധ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആഹ്ലാദം കണ്ടെത്തിയൊരു തലമുറയായിരുന്നു നമുക്ക് മുമ്പുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കാരണം ഒന്നെങ്കിൽ ടി വി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരു പുതിയ തലമുറയാണുള്ളത്. അവർക്ക് എക്സസൈസ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. അപ്പോൾ അമിതമായിട്ടുള്ള ആഹാരം കൺസ്യൂം ചെയ്യുന്നു, വളരെ കുറച്ച് മാത്രം എക്സസൈസ് ചെയ്യുന്നു. നാച്ചുറലി എക്സസ് ഫുഡ് സ്റ്റോർഡായിട്ട് അമിതവണ്ണത്തിൽ കലാശിക്കുന്നു. ഈ നമ്മുടെ ഫുഡ് ഹാബിറ്റും ഈ എക്സസൈസിന്റെ ലാക്ക് ഓഫ് എക്സസൈസും മാത്രമല്ലാണ്ട് വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ ഈ അമിതവണ്ണം ഉണ്ടാവാനുള്ള? തീർച്ചയായിട്ടും അമിതവണ്ണത്തിന് മറ്റ് പല റീസൺസും ഉണ്ട്. ഒന്ന് ജന്മനാ ഉള്ള പ്രാഡർ വില്ലി സിൻഡ്രോംസ് എന്നൊക്കെ പറയുന്ന പോലെ സിൻഡ്രോമിക് ആയിട്ടുള്ള ഒബീസിറ്റി ഉണ്ട്. അത് ക്രോമസോമൽ വരുന്ന അബ്നോമാലിറ്റീസ് കൊണ്ടാവാം, അത് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാവാം. അതല്ലാതെ എൻഡോക്രൈനായിട്ടുള്ള റീസൺസ് ഉണ്ട്. എൻഡോക്രൈൻ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാവുന്നു, അല്ലെങ്കിൽ കുഷിംഗ് സിൻഡ്രോം, അതല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, ഗ്രോത്ത് ഹോർമോണിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി, ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഡെഫിഷ്യൻസി, ഇങ്ങനെ ഒരുപാട് സ്റ്റീറോയിഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അത് കോർട്ടിസോൾ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഇൻസുലിനോമ അല്ലെങ്കിൽ ഹൈപ്പോതലാമിക് ഡിസോർഡേഴ്സ്, അങ്ങനെ മെഡിക്കലായിട്ടുള്ള കുറേ അധികം റീസൺസ് ഉണ്ട്. ഇതുകൂടാതെയാണ് നമുക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയും. ചില പ്രത്യേക മാനസികാവസ്ഥയിലുള്ളവരിൽ, ഡിപ്രഷനുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ ബിഞ്ച് ഈറ്റേഴ്സ് അങ്ങനെയുള്ളവരുണ്ട്. അപ്പം പലവിധ മെഡിക്കൽ റീസൺസ് കൊണ്ടുണ്ട്. ഇതുകൂടാതെയാണ് വളരെയധികം ഈ വെയിറ്റ് കൂട്ടുന്ന ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരാണ്. ആ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇൻസുലിൻ, നമ്മൾ ആൻറ്റി ഡയബറ്റിക്സ് യൂസ് ചെയ്താൽ ഇൻസുലിന്, സൾഫണൈൽ യൂറിയാസ്, അതൊക്കെ വെയിറ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ്. ആൻറ്റി സൈക്കോട്ടിക്സ്, നമുക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ആൻറ്റി സൈക്കോട്ടിക്സ് ഡെഫിനറ്റ്ലി വിൽ റിസൾട്ട് ഇൻ വെയിറ്റ് ഗെയിൻ. ആൻറ്റി ഡിപ്രസൻസ്, സ്റ്റീറോയിഡ്സ്, ബീറ്റാ ബ്ലോക്കേഴ്സ്, അങ്ങനെ മെഡിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടും വെയിറ്റ് ഗെയിൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ എപ്പോൾ മുതലാണ് ഒരാൾ അവരുടെ വെയിറ്റിൽ കോൺഷ്യസ് ആവേണ്ടത്? വെയിറ്റ് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഏതാണ് നമ്മുടെ ബേസിസ് എന്ന് പറയുന്നത്, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെയിറ്റ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്? അതിന് നമുക്ക് സാമൂഹികപരമായ പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നോർമലി നമ്മൾ ഒരാളുടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അയാളുടെ ഏജും അയാളുടെ ജെൻഡർ, സെക്സും വെച്ചിട്ട് അയാളുടെ ഹൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. BMI എന്ന് പറയും. അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഒരു തമ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളുടെ ഹൈറ്റ് അയാൾ സെൻറ്റിമീറ്റേഴ്സിൽ എടുക്കുക, 170 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് വെക്കുക. തമ്പ് റൂൾ അനുസരിച്ച് അയാളുടെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് -100. അപ്പം 170 നിന്ന് 100 മൈനസ് ചെയ്താൽ 70 അയാളുടെ ഐഡിയൽ വെയിറ്റ്. അതിൽ 5 കിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. സോ ഇതാണ് ഒരു തമ്പ് റൂൾ അനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ജെൻഡറും അതിൽ കാര്യമാണ്. ഇപ്പോൾ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടൊരു വെയിറ്റ് അങ്ങനെ ഉണ്ടോ? അല്ല, യൂഷ്വലി നമുക്ക് കാൽക്കുലേഷനും നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഓരോ കാൽക്കുലേഷൻസും അല്ലെങ്കിൽ ടേബിൾസ് ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ സ്റ്റഡീസിനും അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലൊരു സ്റ്റഡി നടത്തിയാലും യൂറോപ്പിലൊരു സ്റ്റഡി നടത്തിയാലും ഇത് തമ്മിൽ കമ്പയർ ആവണമെങ്കിൽ ഒരേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വേണം ആ സ്റ്റഡീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. അപ്പം BMI ഫോർ ബോത്ത് സെക്സ് അത് സെയിം തന്നെയാണ്. അത് വെയിറ്റിന് ആനുപാതികമായിട്ട് ഇത്ര വെയിറ്റിന് മുകളിലുള്ളവർക്ക് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒബീസിറ്റി അങ്ങനെയാണ് പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഈസ് ഫോർ ബോത്ത് അത് നോർമൽ തന്നെയാണ്. എന്നാലും അവരുടെ ഹോർമോൺ വ്യതിയാനമൊക്കെ ഉള്ളതുകൊണ്ട് വ്യത്യാസം വരും. അതുപോലെ നമ്മൾ ചില ട്രോളൊക്കെ ഇപ്പോൾ കാണാറുണ്ട്. ഇപ്പോൾ 60 കിലോ ഉള്ള ഒരു പെൺകുട്ടി ഇത്രയാണെന്നുണ്ടെങ്കിൽ 60 കിലോ ഉള്ള ആൺകുട്ടി ഇത്രേ ഉള്ളൂ എന്ന് അല്ല ട്രോളൊക്കെ കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്? അങ്ങനെ അതില്ലല്ലോ. നമ്മൾ BMI അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ട് നോക്കുമ്പോൾ അതിൽ സെക്സിന് അത്ര ഇത് വരുന്നില്ല. BMI അവരുടെ ഹൈറ്റും അവരുടെ വെയിറ്റിനെ തന്നെ ബന്ധപ്പെടുത്തി തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സസൈസും ഫുഡ് കൺട്രോളും കൊണ്ട് നമ്മുടെ വെയിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു റീസണബിൾ ലെവൽ വരെ അത് ഇനീഷ്യലി അയാൾ ഒരു ഓവർ വെയിറ്റ് അല്ല, ഒബീസ് അല്ല
എന്നുണ്ടെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ടിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് രോഗം വരുന്നതിന് മുന്നേ അതിനെ ചികിത്സിക്കുന്നതായിരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയാറുണ്ട് അല്ലേ? പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ. താങ്ക് യു. അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ വെയിറ്റിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെ കുറച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ ഹെൽത്തി ഹാബിറ്റ് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും. അപ്പോൾ അതിനാണ് അവയർനെസ് ആദ്യമായിട്ട് വേണ്ടത്. WHO 1990-കളിൽ തന്നെ ഒരു മെസ്സേജ് ലോകത്തിന് കൊടുത്തതാണ്. അന്ന് വരെ നമുക്ക് അതിന് തൊട്ട് മുമ്പുള്ള കാലത്ത് ക്യാൻസർ മൂലമുള്ള മരണമായിരുന്നു ലോകത്ത് മരണത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ റീസൺ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ റോഡ് ട്രാഫിക് ആക്സിഡൻസുകളായി. പക്ഷേ അതെല്ലാം ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവയർനെസ് ക്രിയേഷൻ വെച്ച് അതെല്ലാം കുറയ്ക്കാൻ പറ്റി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഡിറ്റക്ഷൻ, ഏർലി ഡിറ്റക്ഷൻ, അവയർനെസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ അതുകൊണ്ട് ക്യാൻസർ കൊണ്ടുള്ള മരണം കുറഞ്ഞു. ഈ റോഡ് സുരക്ഷ അതിനെപ്പറ്റിയുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക, അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് അതുമൂലമുള്ള മരണനിരക്കം കുറയ്ക്കാൻ കഴിഞ്ഞു. അപ്പോഴാണ് നമുക്ക് ഈ അമിതവണ്ണമാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും അധികം രോഗങ്ങൾ മൂലമുള്ള മരണത്തിനും കാരണമായിട്ടുള്ളത് അമിതവണ്ണമാണ്. അപ്പോൾ ഈ അമിതവണ്ണം മൂലം ഉണ്ടാവുന്ന മറ്റ് രോഗങ്ങൾ ഏതൊക്കെയാണ്? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ എല്ലാവിധ ഓർഗൻസും അമിതവണ്ണം ബാധിക്കുന്നതാണ്. അപ്പം നമ്മളതിനെ സീരിയസ് മെഡിക്കൽ കോമോബിഡിറ്റീസും എന്നാൽ അത്ര സീരിയസ് അല്ലാത്തതായിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. അതിൽ സീരിയസ് ആയിട്ടുള്ളത് ഒന്ന് ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. കാരണം ഈ ഡയബറ്റിസ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ബാധിക്കും എന്ന് പറയുന്നത് പോലെ ഏർലി ഓൺസെറ്റ് ഡയബറ്റിസ് ടൈപ്പ് 2 ആണ് നമ്മുടെ ഒബീസിറ്റിയുമായിട്ടുള്ള അമിതവണ്ണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം നാച്ചുറലി ഡയബറ്റിസും അമിതവണ്ണവും വന്നു കഴിയുമ്പം ആദ്യം അഫക്റ്റഡ് ആവുന്ന നമ്മുടെ ഹാർട്ടാണ്, കാർഡിയോവാസ്കുലർ സിസ്റ്റം. അമിത പ്രഷർ, ഇൻക്രീസ്ഡ് BP, അത് മൂന്നാമതായിട്ടൊരു കോൺസിക്വൻസ് ആയിട്ട് വരും. ഡിസ്ലൈപ്പിഡീമിയ, നമ്മുടെ കൊളസ്ട്രോളിൻ്റെയൊക്കെ ആ ഒരു അധികമായിട്ടുള്ള ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നു. ഇതെല്ലാം തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പം സീരിയസ് ആയിട്ടുള്ളത് ഈ ഹാർട്ടിനെ ബാധിക്കുന്നത്. പിന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, അമിതവണ്ണം കാരണം രാത്രിയിൽ ഉറങ്ങുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്. കൂർക്കം വലി അതിൻ്റെ ഒരു പാർട്ടാണ്. അത് നമ്മളുടെ ലങ്സിനെ തന്നെ അതിൻ്റെ കാർബൺ ഡയോക്സൈഡ് റീറ്റെൻഷൻ ആവുന്നതുകൊണ്ടുള്ള മറ്റ് കോംപ്ലിക്കേഷൻസും ഉണ്ടാകുന്നുണ്ട്. ഇതുകൂടാതെയാണ് ഇൻസിഡൻസ് ഓഫ് ക്യാൻസേഴ്സ്. അതിപ്പോൾ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും കോളൺ ക്യാൻസർ, ഗ്യാസ്ട്രിക് ക്യാൻസർ, സ്ത്രീകളിൽ ഒവേറിയൻ ക്യാൻസർ, അങ്ങനെയുള്ള പല ക്യാൻസറും ഈ അമിതവണ്ണമുള്ളവരിൽ അതിൻ്റെ ഇൻസിഡൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളുടെ അമിതവണ്ണം നമ്മൾക്ക് ഉണ്ടാകുന്ന മറ്റ് രോഗങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ ഇൻസിഡൻസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാന്ന് പറയുമ്പോഴേ എല്ലാവരും ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം ജിമ്മിൽ പോവുക, രണ്ടാമത് ചെയ്യുന്നത് വെച്ചാൽ ഷുഗർ കട്ടാണ്. ഇപ്പം എവിടെ തിരിഞ്ഞാലും നമുക്ക് ഷുഗർ കട്ട് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ കാണുന്നുള്ളൂ. ഈ ഷുഗർ കട്ട് എങ്ങനെയാണ് നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളിത് മൊത്തത്തിൽ ഇതിനെപ്പറ്റി ഇതിൻ്റെ ഒരു അവയർനെസ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആഹാരം അതുപോലെ പോയിട്ടല്ല ശരീരത്തിൽ അത് സൂക്ഷിക്കപ്പെടുന്നത്. നമ്മൾ ഏത് ആഹാരം ശരീരത്തിലേക്ക് ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ശരീരത്തിനകത്ത് അതിൻ്റെ പ്രതിപ്രവർത്തനം നടത്തിയിട്ട് കാലറീസ് ആയിട്ടാണ് അതിനെ മാറ്റുന്നത്. ഈ കാലറീസാണ് നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഹോർമോണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റീസിന് വേണ്ടതാണ്. അതുകൂടാതെ നമ്മളുടെ ദൈനംദിനമായിട്ടുള്ള നമ്മുടെ എല്ലാവിധ ജോലികൾക്കും ഈ ഊർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഊർജ്ജം പ്രൊവൈഡ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആവാം, പ്രോട്ടീൻ ആവാം, ഫാറ്റ് ആവാം. അത് ശരീരത്തിനുള്ളിലുള്ള മെറ്റബോളിക് പ്രോസസ്സ് വഴിയാണ് ആ ഊർജ്ജം വരുന്നത്. അപ്പം നമുക്ക് ഈ അകത്തേക്ക് എടുക്കുന്ന ഊർജ്ജവും നമ്മൾ ചിലവാക്കുന്ന ഊർജ്ജവും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. 1000 കാലറീസ് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുകയും 500 കാലറി മാത്രം വർക്കൗട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 500 നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കപ്പെടും. അപ്പം ഷുഗർ മാത്രം കട്ട് ചെയ്തുകൊണ്ടാവുന്നില്ല. ഒബ്വിയസ്ലി ഷുഗർ കൂടുതൽ കാലറി തരുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണെങ്കിലും അതൊരു ബാലൻസ്. നമ്മൾ ഒരു 24 മണിക്കൂർ നമ്മൾ മൊത്തം ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന കാലറീസ്, അതുകൊണ്ട് ഫുഡ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ ഒരു സാധനം കുറച്ചതിന് ശേഷം കൂടുതൽ ഫാറ്റ് എടുത്തുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നൈറ്റ് ഫുഡ് കഴിക്കുന്നത് വെയിറ്റ് ഗെയിനുള്ള റീസൺസ് ഉണ്ടാവുന്നുണ്ട്. കുറേ പേര് രാത്രി കഴിക്കുന്നില്ല, അപ്പം ഞാൻ വെയിറ്റ് കുറയും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അങ്ങനെ ഒരു കോൺസെപ്റ്റും കണ്ടുവരുന്നത്. അതെന്താണ് സത്യത്തിൽ? ഇതിനൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മാഡം പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്നതാണ്. ഇതിൽ സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ട് മിനിമം ഒരു 7 മണിക്കൂറിൻ്റെ ഹെൽത്തി സ്ലീപ്പ് അമിതവണ്ണം വരുന്നത് നിയന്ത്രിക്കാൻ ആവശ്യമാണ്. അതുമാത്രമാണ് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് പ്രൂവൺ ആയിട്ടുള്ളത്. ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലുള്ളതിന് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഗ്രേസിങ് അല്ലെങ്കിൽ സ്വീറ്റ് ഈറ്റേഴ്സിന് അവർ 24 മണിക്കൂറും അവർ പതുക്കെ കുറേശ്ശെ കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരിൽ ഒരു നിശ്ചിത അളവ്, ഒരു ടൈം അവരെടുക്കുന്നില്ല. 10 മണിക്കൂർ അവർ ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ന് വെക്കുക. ഈ ഗ്രേസിങ് അല്ലെങ്കിൽ സ്വീറ്റ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള കാലറി ഡിസീസാണ്. അത് ശരിക്കും ഒരു ഈറ്റിംഗ് ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ളവരിൽ അവരിപ്പോൾ സ്വമേധയാ 12 മണിക്കൂർ ആഹാരം കഴിച്ചില്ലെന്ന് വെക്കുക, നാച്ചുറലി അവരുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യും.
അതുകൂടാതെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഓരോ 4 മണിക്കൂർ ഇടവിട്ടും നമുക്ക് നിശ്ചിത അളവിൽ ഊർജ്ജത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം വേണ്ട നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെയും നമ്മുടെ സ്റ്റൊമക്കിൻ്റെയും എൻസൈംസിനെയൊക്കെ ബാധിക്കുന്ന കാര്യം. അതുകൊണ്ട് ഒരു പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗ് ഒന്നും അത്രയും അഡ്വൈസബിൾ അല്ല. അതുപോലെ ചില ആൾക്കാർ എത്ര ഫുഡ് കഴിച്ചാലും വണ്ണം വെക്കില്ല, ചില ആൾക്കാർ കുറച്ച് കഴിച്ചപ്പോൾ ഈവൻ വെള്ളം കുടിച്ചാൽ പോലും വണ്ണം വയ്ക്കുന്നു പറയുന്നതും കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ് നമുക്ക് രണ്ട് രീതിയിലുള്ള ആൾക്കാർ വരുന്നത്? അതിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഫുഡ് ഇൻടേക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ 24 മണിക്കൂറിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു നിശ്ചിത അളവിൽ സോളിഡായിട്ടും ലിക്വിഡായിട്ടുള്ള ഫുഡ് എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കാലറീസായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ ഈ കാലറി കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിനുള്ള ഒരു മെറ്റബോളിക് പ്രോസസ്സുണ്ട്. അതിൽ കുറേ എൻസൈംസ്, കുറേ ഹോർമോൺസ്, കുറേ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആണ്. സോ ഇപ്പോൾ ഒരാൾ എ ഒരാൾ ബി, ഇവർ രണ്ടുപേരും ഒരേ അളവിലാണ് അവരുടെ ആഹാരം കഴിക്കുന്നതെന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ 4 ഇഡ്ഡലിയാണ് എടുക്കുന്നതെന്ന് വെക്കുക. ഇതിൽ ഈ എ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ 4 ഇഡ്ഡലി കൺവേർട്ട് ചെയ്ത് അത് കാലറി ആക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ 300 കാലറി ബേൺ ചെയ്യേണ്ടി വരും, നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഗ്യാസ് കത്തിക്കുന്നത് പോലെ. അപ്പോൾ അയാൾക്ക് മൊത്തത്തിൽ ഈ 1000 കലോറിയുടെ സാധനം കഴിച്ചു കഴിഞ്ഞാൽ 300 കാലറി ചിലവാക്കിയിട്ട് മൊത്തത്തിൽ അയാൾക്ക് കിട്ടുന്ന 700 കാലറി മാത്രമാണ്. എന്നാൽ ഈ ടൈപ്പ് ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ 1000 കാലറി കൺവേർട്ട് ചെയ്യാനായിട്ട് കേവലം 100 കാലറിയെ ചിലവാക്കേണ്ടി വരുള്ളൂ വെക്കുക. അപ്പോൾ അയാൾക്ക് കിട്ടുന്നത് 900 കാലറിയാണ്. സോ ഒബ്വിയസ്ലി ഒരേ ഫുഡ് കഴിക്കുന്ന 2 പേരിൽ അവർക്ക് കിട്ടുന്ന കാലറി അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. സോ ഒബ്വിയസ്ലി കൂടുതൽ കാലറി ആർക്കാണോ ഉള്ളവർ അവരിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അതുകൊണ്ടാണ് എത്ര കഴിച്ചാലും ചിലർ ഇങ്ങനെ ലീനായിട്ടിരിക്കുന്നത്. അവരുടെ ആ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ്.